എംബ്രിയോളജി ഓഫ് ചിക്ക്, സ്റ്റഡി ഓൺ ചിക്ക് എംബ്രിയോസ്. ചിക്കിൻ്റെ ഡെവലപ്മെൻറ്റിൽ പല ഇൻക്യുബേറ്ററി പീരീഡ്സിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ സെഷനിൽ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. അതിനുവേണ്ടി 18 hours ഓഫ് ഇൻക്യുബേഷൻ, 24 hours, 33 hours, 48 hours ഇത്രയും സ്റ്റേജസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ 18 hours ചിക്ക് എംബ്രിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഡയഗ്രം വരയ്ക്കാനും ലേബൽ ചെയ്യാനും അറിഞ്ഞിരിക്കണം. സാലിയൻ ഫീച്ചേഴ്സിലേക്ക് പോകാം. After 18 hours of incubation, the notochord has markedly elongated, forming a prominent structure. ഹെൻസൻസ് നോഡ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെ അപ്പർ മോസ്റ്റ് പോർഷനിൽ, ആൻറ്റീരിയർ പോർഷനിൽ ഉള്ള നോഡുലാർ ഓർഗനൈസറിൽ നിന്ന് നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് പ്രിമിറ്റീവ് സ്ട്രീക്ക്. അതിൻ്റെ അപ്പർ പോർഷനിലുള്ള ഹെൻസൻസ് നോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നോട്ടോകോഡ് എലോങ്ങേറ്റ് ചെയ്ത് ആൻറ്റീരിയർ സിഫാലിക് എൻഡിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോട്ടോകോഡ് ന്യൂറൽ പ്ലേറ്റ് ഡെവലപ്സ്. നോട്ടോകോഡിൻ്റെ ടിപ്പിൽ ന്യൂറൽ പ്ലേറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ന്യൂറൽ പ്ലേറ്റ് ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രിക്കേഴ്സറാണ് ന്യൂറൽ പ്ലേറ്റ്. Then in front of the notochord and neural plate there is a space which is called proamnion. അപ്പോൾ ന്യൂറൽ പ്ലേറ്റിൻ്റെയും നോട്ടോകോഡിൻ്റെയും മുമ്പിലായിട്ട് പ്രോആംനിയോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എക്ടോഡേമും എൻഡോഡേമും കൊണ്ട് മാത്രം ഉള്ള ഒരു പർട്ടിക്കുലർ റീജിയനാണ്. മീസോഡേം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കാണത്തില്ല. ആംനിയോൺ എന്ന് പറയുന്ന സാക്കിലാണ് എംബ്രിയോ പിന്നീട് ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ടത്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനാണ് ആംനിയോൺ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കേഴ്സറായിട്ടാണ് ഈ പ്രോ ആംനിയോൺ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏരിയ പെല്ലൂസിഡയും ഏരിയ ഒപ്പേക്കയും ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ വളരെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും, വളരെ പ്രോമിനൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന റീജിയനാണ് ഏരിയ പെല്ലൂസിഡ. ഇതാണ് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഏരിയ ഒപ്പേക്ക ആക്സസറി ആയിട്ടുള്ള എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കിന് പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ റീജിയൻ, ആ സ്ട്രക്ചർ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട്, അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിമിറ്റീവ് സ്ട്രീക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പിബ്ലാസ്റ്റ് സെൽസിൻ്റെ ഇൻവേർഡ് മൈഗ്രേഷൻ കൊണ്ടാണ്. അപ്പോൾ ആ ഇൻവേർഡ് മൈഗ്രേഷനൊക്കെ ഇവിടെ കുറഞ്ഞിട്ട് പ്രിമിറ്റീവ് സ്ട്രീക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി 24 മണിക്കൂറുകൾ ഇൻക്യുബേഷൻ കഴിയുമ്പോഴേക്കിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ചിക്ക് എംബ്രിയോയിൽ ഉണ്ടാവുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രമാണ് ഇവിടെ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സാലിയൻ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം. ഗ്യാസ്ട്രുലേഷൻ ഈ സമയത്ത് കംപ്ലീറ്റഡ് ആവും. പ്രിമിറ്റീവ് സ്ട്രീക്ക് കംപ്ലീറ്റ്ലി ഫോംഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് 24 hours എന്ന് പറയുന്നത്. ന്യൂറൽ ഫോൾഡും അതുപോലെ തന്നെ ന്യൂറൽ ഗ്രൂവും ന്യൂറെക്ടോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യും. ഈ ന്യൂറൽ ഫോൾഡാണ് ന്യൂറൽ ട്യൂബായിട്ട് പിന്നീട് ഓർഗനൈസ് ചെയ്യുന്നത്. ഹെൻസൻസ് നോഡിൽ നിന്ന്, അതായത് പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെ അപ്പർ മോസ്റ്റ് പോർഷനിലുള്ള ഹെൻസൻസ് നോഡിൽ നിന്ന് നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ദ എംബ്രിയോ ഡെവലപ്സ് ഹെഡ് ഫോൾഡ് ആൻഡ് ഫോർഗട്ട്. ഹെഡ് ഫോൾഡ് ഉണ്ടാകും. ഈ ഹെഡ് ഫോൾഡ് ആൻറ്റീരിയർ തിക്കനിങ് ആണ് ബ്ലാസ്റ്റോഡേമിൻ്റെ. ഇതിൽ നിന്നാണ് ബോഡിയുടെ ആൻറ്റീരിയർ പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആൻറ്റീരിയർ പോർഷനായിട്ടുള്ള ഫോർഗട്ടും ഡെവലപ്പ് ചെയ്യും. മീസോഡേം സോമൈറ്റ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിട്ട് ഈ സമയത്ത് കാണാൻ സാധിക്കും. സോമൈറ്റ്സ് എന്ന് പറഞ്ഞത് മീസോഡേമൽ ബ്ലോക്സ് ആണ്, വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് ഫൈനലായിട്ട് ഉണ്ടാകുന്ന ഓർഗാനിസത്തിൻ്റെ പല ഓർഗൻസ് ആയിട്ടും മാറേണ്ട മീസോഡേമൽ ബ്ലോക്സ് ആണ് സോമൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേറ്ററി പീരീഡിൽ 4 pairs സോമൈറ്റ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 4 pair സോമൈറ്റ്സ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഈ ബ്ലോക്സ് ആണ് സോമൈറ്റ്സ്. ബ്ലഡ് ഐലൻഡ്സ് ഏരിയ ഒപ്പേക്കയിൽ ഫോം ചെയ്യും. പിന്നെ
ഹാർട്ടിൻ്റെ ഫോർമേഷൻ ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. പെരിക്കാർഡിയൽ റീജിയൻ, ഹാർട്ടിൻ്റെ കവറിങ്ങും പ്രൈമോഡിയൽ ഹാർട്ടും ഈ സമയത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ദെൻ ഏരിയ ഒപ്പേക്ക രണ്ട് സ്ട്രക്ചേഴ്സായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഏരിയ വാസ്കുലോസ, ദെൻ ഏരിയ വൈറ്റലിന. ഇപ്പോൾ ഏരിയ വാസ്കുലോസ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ റീജിയനാണ്. ഇവിടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആകേണ്ട ഒരു പർട്ടിക്കുലർ റീജിയനാണ്. ബ്ലഡ് വെസൽ ഫോർമേഷൻ ഈ പർട്ടിക്കുലർ ഏരിയയിലാണ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. ഇനി ഏരിയ ഒപ്പേക്ക വൈറ്റലിന എന്ന് പറയുന്ന പർട്ടിക്കുലർ പോർഷൻ യോക്ക് സാക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. യോക്ക് സാക്ക് എന്ന് പറയുന്നത് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ ആണ്, എക്സ്ട്രാ എംബ്രിയോണിക് മെമ്പറൈൻ ആണ്. ഇനി അടുത്ത മേജറായിട്ടുള്ള സ്റ്റേജ് 33 hours ഓഫ് ഇൻക്യുബേഷനിൽ ആണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രമാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ കൂടുതൽ സോമേറ്റ്സ് ഒക്കെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിമിറ്റീവ് സ്ട്രീക്ക് വളരെയധികം റെഡ്യൂസ്ഡ് ആണ്. ഹാർട്ട് വെൽ ഡെവലപ്ഡ് ആണ്. ഒപ്റ്റിക് വെസിക്കിളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, ബ്രെയിന് പ്രോസെൻസിഫാലൻ, മീസെൻസിഫാലൻ എന്നൊക്കെ പറഞ്ഞ്, റോംബെൻസിഫാലൻ എന്നൊക്കെ പറഞ്ഞ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ അഡ്വാൻസ് ആയി മാറി എന്നുള്ളതാണ്. സാലിയൻ ഫീച്ചേഴ്സ് ഷോ സം ഓഫ് ദ ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ CNS, ബ്രെയിന്, ആക്സസറി സ്ട്രക്ചേഴ്സ്, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇതിൻ്റെ എല്ലാം ഫോർമേഷൻ നമുക്ക് ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. Brain is differentiated into forebrain, that is prosencephalon, then midbrain, mesencephalon, and hindbrain, that is rhombencephalon. അപ്പോൾ ബ്രെയിന് 3 ഡിവിഷൻസ് ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ദെൻ ഒപ്റ്റിക് വെസിക്കിള് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഫോർ ബ്രെയിനിൻ്റെ ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒപ്റ്റിക് വെസിക്കിൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെയർഡ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് ഓഫ് ദ പ്രോസെൻസിഫാലൻ. ഇവിടെ നിങ്ങൾക്ക് ഒപ്റ്റിക് വെസിക്കിൾ ഉണ്ടായിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒപ്റ്റിക് വെസിക്കിളാണ് പിന്നീട് ഐ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടന്നിട്ട് സോമേറ്റ്സ് ഇവിടെ 12 പെയേഴ്സ് ഉണ്ട്. സോമേറ്റ്സ് ഇവിടെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് 12 പെയറാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രിമിറ്റീവ് സ്ട്രീക്ക് ഓരോ സ്റ്റേജും പ്രോഗ്രസ് ചെയ്യുമ്പോൾ, അതായത് 24 നിന്ന് 33 ഒക്കെ ആകുമ്പോഴേക്കിന് ഷോർട്ടറായിട്ട് മാറും. ന്യൂറൽ ട്യൂബ് ലെങ്തൻ ചെയ്യുന്നത് കൊണ്ടാണ്. ന്യൂറൽ ട്യൂബ് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ പ്രിമിറ്റീവ് സ്ട്രീക്ക് ഹൈലി റെഡ്യൂസ്ഡ് ആവുന്നു. ഇനി അടുത്താണ് 48 hours ചിക്ക് എംബ്രിയോ. ഈ സമയത്ത് ഇത്രയും ഇൻക്യുബേഷൻ നടന്നു കഴിയുമ്പോഴേക്കിന് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സാലിയൻ ഫീച്ചേഴ്സ്: പ്രിമിറ്റീവ് സ്ട്രീക്ക് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. അവിടെ നമുക്കത് ഒട്ടും വിസിബിളായിട്ട് കാണാൻ സാധിക്കത്തില്ല. എംബ്രിയോ ഈ സമയത്ത് ട്വിസ്റ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡ്, ബോഡിയുടെ ലെഫ്റ്റ് സൈഡ് യോക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, യോക്ക് ഉള്ള ആ പർട്ടിക്കുലർ റീജിയനുമായിട്ട് ഓറിയൻറ്റ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡാണ് ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് റൈറ്റ് സൈഡാണ് ബോഡിയുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്വിസ്റ്റിങ് ഉണ്ടാവും. 3 ബ്രെയിൻ ഡിവിഷൻസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹാൻഡ് ബ്രെയിൻ. അത് 5 ആയിട്ട് റീഓർഗനൈസ്ഡ് ആവും. ടീലൻസിഫാലൻ, ഡയൻസിഫാലൻ, മീസൻസിഫാലൻ, മെറ്റൻസിഫാലൻ, ദെൻ മൈലൻസിഫാലൻ. ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിട്ട്, ഇത്രയും പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ വളരെയധികം പ്രോഗ്രസ് ചെയ്യുകയാണ്. ഒപ്റ്റിക് വെസിക്കിളിനകത്ത് ലെൻസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒപ്റ്റിക് കപ്പായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതായത് ഐയുടെ ഫോർമേഷൻ ഇവിടെ ഹൈലി പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്. ഓഡിറ്ററി പ്ലാക്കോഡ് എന്ന് പറയുന്ന ആ പ്രിക്കേഴ്സറിൽ നിന്ന് ഓഡിറ്ററി വെസിക്കിൾ ഉണ്ടാകും. ഈ ഓഡിറ്ററി പ്ലാക്കോഡ് എന്ന് പറയുന്നത് എക്ടോഡേമിൻ്റെ ഒരു തിക്കനിങ് ആണ്. ഡെവലപ്പിംഗ് എംബ്രിയോയുടെ ഔട്ടർ തിക്കനിങ് ആണ്. ഇവിടെ നിന്നാണ് ഇയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓഡിറ്ററി പ്ലാക്കോഡ് ആദ്യമേ ഓഡിറ്ററി വെസിക്കിളായിട്ട് മാറും, പിന്നീടാണ് ഫൈനൽ ഇയർ ഫോം ചെയ്യുന്നത്. ട്യൂബുലാർ ഹാർട്ടിന് ഒരു ബെൻഡിങ് നടക്കും. ഈ ബെൻഡിങ് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയം
ആൻറ്റീരിയർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. വെൻട്രിക്കിൾ അതിൻ്റെ താഴെ ആയിട്ട് വരും. 2 ഗ്ലാൻസ് ആണ് ഇവിടെ പ്രോമിനൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, തൈറോയിഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ ലിവറും. ഫോർഗട്ടിൻ്റെ ഔട്ട്ഗ്രോത്ത്സ് ആയിട്ടാണ് ഈ 2 ഗ്ലാൻസും ഡെവലപ്പ് ചെയ്യുന്നത്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്, അതായത് ആംനിയോൺ, കോറിയോൺ, അലൻഡോയിസ്, യോക്ക് സാക്ക്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ആകുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജാണ് 48 hours ഓഫ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് മീസോഡോമൽ ബ്ലോക്സ്, സോമൈറ്റ്സ് 26 പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻക്യുബേഷൻ്റെ പല സ്റ്റേജസിലുള്ള ചിക്ക് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, അതിലുള്ള മാറ്റങ്ങൾ.